അത് കൃത്യമായിട്ട് നടത്താൻ ഒരു മുഖ്യമന്ത്രിയുടെ ആവശ്യമൊന്നുമില്ല. വി.ഡി. സതീശൻ സാറ് അടിപൊളിയാണ്. വി.ഡി. സതീശൻ സാറ് ജനകീയനാണ്. പക്ഷേ അത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ്, ഒരു പഠനമാണ്. എല്ലാ കാര്യത്തിലും ഒരു മിതത്വം വേണമല്ലോ എന്ന് കൃത്യമാക്കി മനസ്സിലാക്കി തന്നെയാണ് ആരാണോ മോശം പ്രവർത്തിക്കുന്നത് അവരോടെല്ലാം ഈ പറയുന്നത്. വി.ഡി. സതീശൻ സാറ് അടിപൊളിയാണ്. വി.ഡി. സതീശൻ സാറ് ജനകീയനാണ്. ജനങ്ങളോട് എത്ര കാര്യമായിട്ടാണ് ഇടപഴകുന്നത്. ഇതൊക്കെയാണ് ഇപ്പോൾ നാട്ടുകാരുടെ സംസാരം. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഇതൊന്നുമല്ല ആള്. കേരളത്തിന്റെ ഇക്കോണമിയുടെ ബാക്ക് ബോൺ എന്താണ്? ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന റെമിറ്റൻസ് ആണ്. യൂറോപ്പിൽ നിന്ന് ഞാൻ പറയാത്ത എന്താ, യൂറോപ്പിൽ നിന്ന് ആരും പൈസ അയക്കാറില്ല. യൂറോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്. അവിടെ ഒരു വീടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഡെറ്റ് ആണ്. പിന്നെ അവരവിടെ ഒരുപാട് വെൽഫെയർ സ്കീംസും മറ്റതൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ തന്നെ കൂടും. ആഭ്യന്തരം കയ്യിലുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ആവുള്ളൂ. അതാണ് പൊതുവെ ജനങ്ങളുടെ ഒരു ധാരണ. ആഭ്യന്തരം കയ്യിലില്ലാത്ത മുഖ്യമന്ത്രി എന്ത് മുഖ്യമന്ത്രി? പക്ഷെ ഞാൻ ആദ്യമേ പറഞ്ഞു, ആഭ്യന്തരമല്ലല്ലോ ഒരു നാടിനെ മുന്നോട്ട് നയിക്കുന്നത്. ആഭ്യന്തരം എന്തിനാ? ക്രമസമാധാനം നിലനിർത്തുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ ആഭ്യന്തരത്തിന്. അത് കൃത്യമായിട്ട് നടത്താൻ ഒരു മുഖ്യമന്ത്രിയുടെ ആവശ്യമൊന്നുമില്ല. മുഖ്യമന്ത്രി ഒരു നാടിനെ മുന്നോട്ട് നയിക്കുന്ന ഒരാളായിരിക്കണം. അല്ല, മുന്നോട്ട് നയിക്കുന്ന ഒരാളായിരിക്കണം. എനിക്ക് യാതൊരു സംശയവുമില്ല, ഈ സർക്കാരിന്റെ മുഖ്യമന്ത്രിയായ ജനങ്ങൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രി, പാർട്ടി തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രി എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ ഈ നാടിനെ മുന്നോട്ട് നയിക്കാൻ അറ്റ്ലീസ്റ്റ് ദീർഘവീക്ഷണമുള്ള ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം എനിക്ക് ആഭ്യന്തരം വേണം എന്ന് പറഞ്ഞ് കടിപിടി കൂടിയിട്ടില്ല. പക്ഷെ പുള്ളി കൃത്യമായ ബോധ്യത്തോടു കൂടി തെരഞ്ഞെടുത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ധനകാര്യം. ഞാൻ ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തത് ധനകാര്യം ഭരിക്കാനുള്ള സന്തോഷം കൊണ്ടല്ല. അതൊരു ചാലഞ്ചാണ്, അതൊരു വെല്ലുവിളിയാണ്. നമുക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തണം. സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തിയാൽ പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആണ്. സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം. അതൊരു നിസ്സാര വകുപ്പല്ല. ആ ധനകാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലേക്കുള്ള വരവും നാട്ടിൽ നിന്നുള്ള ചെലവും വരവ് പോക്ക് എങ്ങനെ നടക്കുന്നു എന്ന് കൃത്യമാക്കി മനസ്സിലാക്കി തന്നെയാണ് അങ്ങേരത് തെരഞ്ഞെടുത്തത്. അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ കേട്ടു നോക്ക്. ജനങ്ങളുടേതാണ് സമ്പത്ത്, ഖജനാവ് ജനങ്ങളുടേതാണ്. രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഒരു പ്രദേശത്ത് വികസനം വന്നാൽ, വികസനമുണ്ടായി എന്ന് നമ്മൾ കരുതണമെങ്കിൽ ആ പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ സാരമായ മാറ്റം ഉണ്ടാകണം. അല്ലാത്തതൊന്നും വികസനമല്ല. ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ മാറ്റമുണ്ടാകാനുള്ള പദ്ധതികൾ നമുക്കുണ്ടാകണം. നമ്മൾ സാധാരണക്കാർ ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ദീർഘവീക്ഷണമുള്ള മനുഷ്യർ, അത് ചിലപ്പോൾ രാഷ്ട്രീയത്തിലുള്ളവരാകാം, രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരാകാം, ഇതിലൊന്നും പ്രവർത്തിക്കാത്തവരാകാം. ചില സാധാരണ സ്കൂൾ പിള്ളേരുടെ തലച്ചോറിൽ വരെ ഈ ചിന്തകൾ ഉണ്ടാവും. ഇപ്പൊ LDF-ലായാലും UDF-ലായാലും NDA-യിലായാലും ഏത് പാർട്ടിയിലായാലും അടിമകൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പോഴത്തെ തലമുറ കണ്ടില്ലേ, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്തു ചാടിയാൽ മതി, അറ്റ്ലീസ്റ്റ് കേരളത്തിൽ നിന്നെങ്കിലും പുറത്തു പോയാൽ മതി എന്നുള്ളൊരു ചിന്തയിലാണ്. പഴയ പോലെയൊന്നുമല്ല, ഗൾഫിലേക്ക് പോലൊക്കെ കുറഞ്ഞു. അത്യാവശ്യം വിദ്യാഭ്യാസം നേടിയ പിള്ളേരൊക്കെ പോകുന്നത് ഗൾഫിലേക്കല്ല, വേറെ കൺട്രീസിലേക്കാണ്. നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ അവിടെ നിന്ന് കിട്ടുന്ന ലക്ഷങ്ങൾ വരുമാനം നമ്മൾക്ക് ഇങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. പേർഷ്യ എന്നൊക്കെയാണ് എൻ്റെ ചെറുപ്പത്തിലെ ഞങ്ങൾ കേട്ടത്. പേർഷ്യയിലേക്ക് പോയി, ഇപ്പൊ പിന്നെ അത് ഗൾഫിലേക്ക് പോയി എന്ന് പറയും. ഗൾഫിൽ നിന്ന് സമ്പാദിക്കുന്ന ആ പണം ഭൂരിഭാഗവും നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഈ യൂറോപ്പിലേക്കോ വെസ്റ്റേൺ കൺട്രീസിലേക്കോ പോയി സമ്പാദിക്കുന്ന പണം അവർ സമ്പാദിക്കുന്നതിൻ്റെ ഒരു 5% പോലും നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നില്ല. ഒന്നാമത്തെ കാര്യം, അവരുടെ ജീവിത നിലവാരം അവിടെ വേറെയാണ്. മിക്കവാറും ഈ സിറ്റിസൺഷിപ്പ് എടുത്ത് അവിടെ തന്നെ സെറ്റിൽ ചെയ്യാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എല്ലാവരും പോകുന്നത്. നോർത്തിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്ന, നമ്മൾ ബംഗാളികൾ എന്ന് വിളിക്കുന്ന നോർത്ത് ഇന്ത്യൻസ്, മുമ്പ് നമ്മളുടെ ഇവിടെ കൺസ്ട്രക്ഷനൊക്കെ നടക്കുമ്പോൾ മിക്കവാറും എല്ലാ ജോലിക്കാരും, തൊഴിലാളികൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാർ തന്നെയായിരിക്കും. ഈ കെട്ടിട നിർമ്മാണത്തിന് വരുന്ന ചെലവിൻ്റെ ഒരു വലിയ ശതമാനം ഇവിടെയുള്ള നാട്ടുകാരുടെ കയ്യിലേക്ക് തന്നെയാണ് പോകുന്നത്. അത് ചെലവഴിക്കപ്പെടുന്നതും ഇവിടെ തന്നെയാണ്.
പക്ഷേ ഇപ്പോൾ ഒന്ന് നോക്കിയേ, നമ്മൾ എന്ത് ജോലി ചെയ്താലും അതിൽ ഭൂരിഭാഗവും ജോലി ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാരല്ല, നോർത്ത് ഇന്ത്യൻസ്. തിങ്കളാഴ്ചകളിൽ കണ്ടിട്ടുണ്ടാവും ബാങ്കുകളുടെ മുമ്പിൽ അല്ലെങ്കിൽ CDM മെഷീൻസിന്റെ അവിടെ ക്യൂ ആയിരിക്കും ഇവർ നാട്ടിലേക്ക് പണം അയക്കാനായിട്ട്. ആഴ്ചയിൽ 6000, 7000, 8000, 10000 സമ്പാദിക്കുന്ന ആൾക്കാർ മിക്കവാറും അതിന്റെ ഒരു 90% അല്ലെങ്കിൽ 80% മേലെ അവരുടെ നാട്ടിലേക്ക് അയക്കും. അപ്പോൾ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ചിലവുകളും സംഭവങ്ങളൊന്നുമില്ല. അവർക്ക് വരുന്ന ചിലവുകൾ ഇതൊക്കെ ആയിരിക്കും. പിന്നെ അത്യാവശ്യം ചായയും അവരുടെ ചപ്പാത്തി സംഭവങ്ങൾ അത് അവർ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ സാധാരണ ചിന്തിക്കാറില്ല. അത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ്, ഒരു പഠനമാണ്. അതുപോലെ തുറമുഖം, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, ഈ ആഭ്യന്തരം കയ്യിലുണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ നാട് നന്നാവണമെന്നില്ലല്ലോ. മുഖ്യമന്ത്രിക്ക് വേണ്ടത് ആഭ്യന്തരമൊന്നുമല്ല, മുഖ്യമന്ത്രിക്ക് വേണ്ടത് മൂളയാണ്. ആ മൂളയില്ലെങ്കിൽ എന്ത് ആഭ്യന്തരം കയ്യിലുണ്ടായിട്ടും കാര്യമില്ല. നേരെ മറിച്ച് ആ മൂളയുണ്ടെങ്കിൽ ആഭ്യന്തരവും കയ്യിൽ വേണ്ട, വിദ്യാഭ്യാസവും കയ്യിൽ വേണ്ട, അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡിപ്പാർട്ട്മെന്റ് ഒന്നും കയ്യിൽ വേണമെന്നുമില്ല. ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു പവർ മതി. അത് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ സാറിന് ഉണ്ട്. അത് മാത്രമല്ല, ഒരു ജനപ്രതിനിധി എങ്ങനെ ജനങ്ങളോട് ഇടപഴകണം എന്നുള്ളതും പുള്ളിയുടെ പെരുമാറ്റത്തിൽ നിന്ന്. പെരുമാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതേ ഇങ്ങോട്ട് തിരിച്ചു കിട്ടുള്ളൂ. ഞാൻ പറയുന്നത് ഇന്ന് വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. ജനപ്രതിനിധി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വേണം ജനങ്ങളോട് ഇടപഴകാൻ. അല്ലാണ്ട് ഞാൻ രാജാവാണ് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. കാരണം അത്രയും മോശമായിരുന്നു 10 വർഷത്തോളം. നമുക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. നല്ലതായാലും ചീത്തയായാലും അത് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ജനങ്ങൾക്ക് ഉണ്ടാവണം. അതല്ലേ ജനാധിപത്യം എന്ന് പറയാം. അല്ലാതെ ഞാനും എൻ്റെ ഭാര്യയും ഞാനും എൻ്റെ കുടുംബവും ഞാനും എൻ്റെ പാർട്ടിക്കാരും ഞാൻ മാത്രം അല്ലേ, അങ്ങനെയായിരുന്നില്ലേ? നമ്മൾക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം വേണ്ടേ? എൻ്റെ വീഡിയോസ് കാണാറുള്ളവർക്കറിയാം, ഞാൻ ഭയങ്കര അന്ധമായിട്ട് UDFനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറൊന്നുമില്ല. എല്ലാ കാര്യത്തിലും ഒരു മിതത്വം വേണമല്ലോ, ഒരു മാതൃക ഉണ്ടാവണമല്ലോ, ഒരു മര്യാദ. ഇടപഴകുമ്പോൾ ഒരു മര്യാദ ഉണ്ടല്ലോ ഒരാളടുത്ത് സംസാരിക്കുമ്പോൾ. അതിപ്പോൾ ഞാൻ പറയാതെ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക്. റെസ്പെക്റ്റ് കൊടുത്ത് സംസാരിക്കുന്ന പാർട്ടി ആരാണ്, ഏത് പാർട്ടിയിലുള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാവും. ഉള്ളിൽ ചെന്ന് നമുക്ക് നോക്കാൻ പറ്റില്ല, പക്ഷെ പുറമേയെങ്കിലും നമ്മൾ മറ്റുള്ളവരെ തെറി പറയാനും അപമാനിക്കാനും വെല്ലുവിളിക്കാനും അവഹേളിക്കാനും നിൽക്കാൻ പാടില്ലല്ലോ. ജനങ്ങൾക്ക് എപ്പോഴും സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് താല്പര്യം. ആ സമാധാനം നമുക്ക് എവിടെ കിട്ടുന്നോ, ആര് തരുന്നോ അവരോടായിരിക്കും ജനങ്ങൾക്ക് താല്പര്യം. അത് കണ്ട് കണ്ണ് കടിച്ചിട്ട് ഉള്ളതും ഇല്ലാത്തതും നിരന്തരം പറഞ്ഞ് കരഞ്ഞു വിളിച്ചിട്ട് കാര്യമില്ല. നല്ലത് ചെയ്യാനും നല്ല രീതിയിൽ ആൾക്കാരുടെ അടുത്ത് ഇടപെടാനും ശ്രമിക്കൂ. ആരാണോ മോശം പ്രവർത്തിക്കുന്നത് അവരോടെല്ലാമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇനിയുള്ള 5 വർഷം നമുക്ക് കേരള ജനതയ്ക്ക് ഒരു നല്ല ഭരണം കിട്ടും, കൂടുതൽ മുന്നോട്ട് പോകാനുള്ള ഊർജം കിട്ടും, നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ, അതായത് പോസിറ്റീവ് ചേഞ്ചസ് നമ്മുടെ കേരളത്തിലുണ്ടാകും എന്നൊക്കെയുള്ളൊരു വിശ്വാസത്തോടെ ഞാൻ ഈ വീഡിയോ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു.